ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഡ് സ്കൂളുകൾക്ക് കുടുംബശ്രീ തുടക്കമിട്ടത്. തിരുവനന്തപുരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ 2004 ആദ്യ ബഡ് സ്കൂളിന് തുടക്കമിട്ട് ചരിത്രത്തിൽ ഒരു പ്രധാന ഏട് എഴുതി ചേർക്കുകയായിരുന്നു കുടുംബശ്രീ. വെങ്ങാനൂർ ബഡ് സ്കൂളിന്റെ വിജയത്തെ തുടർന്ന് കേരളത്തിലെ മറ്റിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ബഡ് സ്കൂളുകൾ ആരംഭിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ അഥവാ BRCകളും നിലവിൽ വന്നു. ഇപ്പോൾ കേരളത്തിലാകെ 378 ബഡ് സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. 166 ബഡ് സ്കൂളുകളും 212 BRCകളും. ഈ സ്ഥാപനങ്ങളിലായി ആകെ 13,081 പരിശീലനാർത്ഥികളാണ് ഉള്ളത്. ബഡ് സ്കൂളുകളുടെയും BRCകളുടെയും ഉടമസ്ഥാവകാശം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ബഡ് സ്ഥാപനങ്ങൾക്കുള്ള മാർഗരേഖകൾ തയ്യാറാക്കുന്നതും അധ്യാപകർക്കുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നതും പരിശീലനാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതും കുടുംബശ്രീയാണ്. ഇതിനു പുറമെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവയും കുടുംബശ്രീ നൽകി വരുന്നു. ആദ്യ ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ച ഓഗസ്റ്റ് 16 ബഡ്സ് ദിനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. കൂടാതെ ബഡ്സ് ലോഗോയും പുറത്തിറക്കി. ബഡ്സ് പരിശീലനാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കുന്നതിനായി 2017 മുതൽ ബഡ്സ് കലോത്സവങ്ങളും 2025 മുതൽ ബഡ്സ് ഒളിമ്പിയ എന്ന പേരിൽ കായികമേളയും സംഘടിപ്പിച്ചു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനായി സഞ്ജീവനി അഗ്രി തെറാപ്പി എന്ന പേരിൽ പഴം പച്ചക്കറി കൃഷിയും നടത്തിവരും. ബഡ്സ് പരിശീലനാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വിവിധ പരിശീലനങ്ങൾ നൽകി വരുമാന മാർഗം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കുടുംബശ്രീ ഏറ്റെടുത്തു വരുന്നു. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് പുറത്തിറക്കുകയും ചെയ്യും. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരെ കുറിച്ച് സങ്കടപ്പെട്ടിരുന്ന മാതാപിതാക്കൾക്ക് ആശയും പ്രതീക്ഷയും നൽകി അവരുടെ മുഖത്തൊരു ചെറു പുഞ്ചിരി വിടർത്താൻ ബഡ് സ്ഥാപനങ്ങളുടെ കഴിഞ്ഞു എന്നത് കുടുംബശ്രീയുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഉത്തമ ഉദാഹരണമാകും.